സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമത്തിലായിരിക്കും ഈ അധ്യയന വർഷത്തിൽ ക്ലാസുകൾ ഉണ്ടാവുകയെന്ന് നേരത്തെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ ഉത്തരവ് കൂടി പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പുതിയ സമയക്രമം എന്ന് പരിശോധിക്കാം. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധിക പ്രവൃത്തി സമയം എന്ന രീതിയിലാണ് ഈ പുതിയ ക്രമീകരണം വരാൻ പോകുന്നത്. ഇത് അല്പം പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും മതിയായ പ്രവൃത്തി ദിവസങ്ങൾ ഉറപ്പാക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതോടെ രാവിലെ 10 മണിക്ക് ക്ലാസുകൾ ആരംഭിക്കുക എന്നതിൽ മാറ്റം വരും. രാവിലെ 9:45 ക്ലാസുകൾ ആരംഭിക്കുക. 4 മണിക്കാണ് സാധാരണ സ്കൂളുകൾ അവസാനിക്കുന്ന. പക്ഷേ ഈ 4 മണി എന്നുള്ളത് 4:15 വരെ ക്ലാസുകൾ നീളും. ഒപ്പം തുടർച്ചയായി പ്രവൃത്തി ദിനങ്ങൾ വരാത്ത രീതിയിൽ ശനിയാഴ്ചകളിൽ ക്ലാസ് ഏർപ്പെടുത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ഹൈസ്കൂൾ ക്ലാസുകളിൽ ആകെ 205 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പുതിയ ക്രമീകരണം. അത് ഹൈസ്കൂൾ ക്ലാസുകളിലാണെങ്കിൽ നമ്മൾ UP ക്ലാസുകളിലേക്ക് എത്തുമ്പോൾ അവിടെയും ഈ 6 പ്രവൃത്തി ദിനങ്ങൾ തുടർച്ചയായി വരാത്ത രീതിയിൽ ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും അവിടെയും. അങ്ങനെ പ്രവൃത്തി ദിനം 200 ദിവസമാക്കാനാണ് ആലോചന UP സ്കൂൾ തലത്തിൽ. LP ക്ലാസുകളിലേക്ക് എത്തുമ്പോൾ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെ 198 പ്രവൃത്തി ദിനങ്ങൾ എന്നുള്ള രീതിയിലാണ് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഹൈസ്കൂളുകളിൽ 1200 മണിക്കൂർ പഠന സമയം നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഗുണനിലവാര സമിതിയുടെ യോഗം ചേരുന്നതും ഈ സമയക്രമം സംബന്ധിച്ച് പുതിയ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.